ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു കേരള സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു തനി നാടൻ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ കുക്കറിലോട്ട് കഴുകി വെച്ചിട്ടുള്ള ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ബീഫിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണ് ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ പേസ്റ്റ്, പിന്നെ കുറച്ച് പച്ചമുളക്. ഞാനിവിടെ ഹാലപ്പീനോസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല വലുപ്പമുള്ളതായതുകൊണ്ട് അതിനനുസരിച്ചാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനും പച്ചമുളകിൻ്റെ എരിവിനും ഒക്കെ അനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല. ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആദ്യത്തെ മിക്സിങ്ങിൽ തന്നെ ആഡ് ചെയ്യാം. എന്നെ പോലെ മറന്നുപോയാൽ മാത്രം രണ്ടാമത് ഒന്നുകൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എനിക്ക് എപ്പോഴും പറ്റുന്നതാണ്. ഇങ്ങനെ വീഡിയോ എടുക്കുമ്പം നമ്മൾ വീഡിയോ എടുപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഉപ്പിടുക അങ്ങനത്തെ ഒക്കെ മറന്നു പോകും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് കുക്കർ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ചൂടാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം തീയിൽ വെക്കുകയാണ് ആദ്യം. പിന്നെ നമ്മൾ ലോ ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ലോയിലിട്ടിട്ട് സ്ലോ കുക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ 6ാമത്തെ വിസിലെത്തിയിട്ടുണ്ട്. 6 വിസിൽസാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് പ്രഷർ പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. പ്രഷർ പോയി കഴിയുമ്പം നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ബീഫ് എത്രത്തോളം വെന്തെന്നൊന്ന് ഉറപ്പ് വരുത്തുന്നു. അപ്പോൾ നമ്മുടെ ബീഫ് സോഫ്റ്റായി വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് കുക്ക്ഡ് വെൽ. അപ്പോൾ നമുക്ക് ഇത്രയും കുക്ക് ചെയ്താൽ മതിയാവും. ഇനി നമ്മളിതിൻ്റെ ഒരു വരവിടൽ പോലത്തെ പരിപാടിയാണ്. ഒന്ന് കുറച്ച് ചെറുള്ളിയൊക്കെ ഇട്ട് ഒന്ന് ബീഫ് റോസ്റ്റ് ആക്കി എടുക്കുന്ന പരിപാടി. സോ നമ്മളൊരു കടായി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുണ്ടാവുക. ബീഫ് റോസ്റ്റിനും നമ്മുടെ കേരള സ്റ്റൈൽ ഐറ്റംസിനൊക്കെ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ടേസ്റ്റി ആയിട്ടുണ്ടാവുക. ഇനി നമ്മൾ അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്ത് ഒരു കൈപ്പിടിയിലോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കോക്കനട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആ ഷെയ്ഡായി വരുമ്പോൾ നമ്മൾ ചെറുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 6-7 എടുത്തിട്ടുള്ളത്. ബിക്കോസ് നല്ല വലുപ്പമുള്ള ചെറുള്ളിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ചെറുള്ളീൻ്റെ സൈസ് നല്ല ചെറിയ ചെറുള്ളീസ് ആണെങ്കിൽ ഒരു 15 ഒക്കെ എടുക്കാം. ചെറുള്ളി നന്നായിട്ട് സോട്ടേ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇവിടെ കിട്ടുന്നത് ഡ്രൈ ആക്കിയിട്ടുള്ള ഫ്രീസ് ഡ്രൈഡ് കറിവേപ്പിലാണ്. നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ ദാറ്റ്സ് ദ ബെസ്റ്റ്. അപ്പോൾ കറിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ്. ഇനി നമ്മളിതിങ്ങനെ കുറച്ച് നേരം ഈ ഉള്ളിയും ബീഫും ഇപ്പം നമ്മൾ മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തു. മല്ലിയിലയും എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡായി വരുന്നവരെ പിന്നെ അതേപോലെ ഇതിലുള്ള ബീഫിലുള്ള എല്ലാ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ നമ്മളിങ്ങനെ കുക്ക് ചെയ്തെടുക്കുക. കൂടെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റായിട്ട്. നമ്മുടെ കുരുമുളകിൻ്റെ ടേസ്റ്റ് വേണം ലാസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ കുരുമുളക് ലാസ്റ്റ് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഒന്ന് സ്ലോ ആയിട്ട് ഡ്രൈ ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ബീഫ് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല
ബീഫും കുരുമുളകിൻ്റെ ഒക്കെ സ്മെല്ലിങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടേൻ്റെ കൂടെയോ എല്ലാം കോമ്പിനേഷനായിട്ട് വരുന്ന നല്ല അടിപൊളി ബീഫാണ്. ഇനിയും നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.